വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഇബ്രാഹിം തിക്കോടി. ഒരു യുവാവ് വഴിയരികിലിരുന്ന് നിലവിളിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നെഞ്ചത്തടിക്കുന്നുമുണ്ട്. മുടി പിടിച്ച് പറിക്കുകയും ചെയ്യുന്നു. തല മേലോട്ടും കീഴോട്ടും തിരിച്ച് പൊട്ടിത്തെറിക്കുന്നുമുണ്ട്. അതുവഴി യാത്ര ചെയ്തിരുന്ന ഒരുപാട് ആളുകൾ ഈ കാഴ്ച കാണുന്നുണ്ട്. ചിലർ ബസ്സിലിരുന്ന്, മറ്റു ചിലർ ഓടുന്ന കാറിലിരുന്ന്. എല്ലാവരും കണ്ട് കണ്ണ് തിരിച്ച് പോയതല്ലാതെ ആരും ഇറങ്ങിയൊന്നും ഇടപെട്ടില്ല. കാൽനടയായി പോയവർ മാത്രം ഇത്തിരി നേരം അവിടെയൊന്ന് നിൽക്കും. എന്നിട്ട് ശബ്ദം കുറച്ച് ഇങ്ങനെ പറഞ്ഞ് കടന്നു പോവുകയും ചെയ്യും. വല്ല മാനസിക വിഭ്രാന്തിയുമായിരിക്കും. വാ പോവുക. എന്നാൽ എങ്ങോട്ടോ സാവധാനം നടന്നു പോവുകയായിരുന്ന ഒരു ഗുരു ഈ കാഴ്ച കണ്ടപ്പോൾ തെല്ലൊന്നു നിന്നു. കുറച്ചു നേരം അയാളെ ശ്രദ്ധിച്ചു. 10-30 വയസ്സ് പ്രായം തോന്നുന്ന യുവാവാണ്. നല്ല ആരോഗ്യം, വൃത്തിയുള്ള പാൻസും ഷർട്ടും. ഗുരു പയ്യെ അയാളുടെ അടുത്തേക്ക് നടന്നു. അല്പം കുനിഞ്ഞിരുന്ന് അവൻ്റെ പുറത്തു തട്ടി ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു. എന്താ മോന് പറ്റി? അവൻ ആദ്യം വെറുപ്പോടെ ഗുരുവിനെ നോക്കി. പിന്നെ സാവകാശം എണീറ്റ് അല്പം ദൂരെയുള്ള മരത്തിനരികിലേക്ക് ചെന്നു. അടുത്ത് കണ്ട കയറെടുത്ത് കഴുത്തിൽ മുറുക്കാനും തുടങ്ങി. ഗുരുവിൻ്റെ മനസ്സ് വല്ലാതങ്ങ് പിടഞ്ഞു. പിന്നെ കാത്തുനിന്നില്ല. പെട്ടെന്ന് തന്നെ ഓടിച്ചെന്ന് യുവാവിൻ്റെ കൈപിടിച്ചു. കയറ് വലിച്ച് ദൂരെ എറിയുകയും ചെയ്തു. ഇതിനിടയിൽ വെറുളി പിടിച്ചവനെപ്പോലെ യുവാവ് ശക്തമായി പ്രതികരിച്ചെങ്കിലും ഗുരുവത് കാര്യമാക്കിയില്ല. എല്ലാം ആത്മസംയമനത്തോടെ നേരിട്ട ഗുരു സാവധാനം അവൻ്റെ പുറത്തു തട്ടി. പിന്നെ ശബ്ദം കുറച്ച് ഇങ്ങനെ ചോദിച്ചു. എന്താ മോൻ്റെ പ്രശ്നം? പറ. അവൻ വീണ്ടും കണ്ണുരുട്ടി തെന്നിമാറാൻ നോക്കി. പക്ഷേ ഗുരുവിൻ്റെ ചോദ്യവും നോട്ടവും കണ്ടപ്പോൾ എന്തോ ഒരയവ്. പിന്നെ കരഞ്ഞ് ഗുരുവിൻ്റെ തോളിലേക്ക് മറിയാൻ തുടങ്ങി. ഗുരു അവൻ്റെ തലമുടിയിലൂടെ വിരലുകൾ പായിച്ചു. പുറത്ത് തലോടി. പിന്നെ ശബ്ദം കുറച്ച് ഒന്നിരുന്നോളൂ, സാരമില്ല എന്നാവർത്തിച്ച് പറഞ്ഞു. പിന്നെ സാവധാനം കാലുകൾ മടക്കി യുവാവ് നിലത്തേക്ക് ചരിഞ്ഞു. എല്ലാം ശ്രദ്ധിച്ചെന്ന ഗുരു വീണ്ടും ചോദിച്ചു. എന്താ പ്രശ്നം? സാമ്പത്തികമാണോ? അല്ല, യുവാവിൻ്റെ മറുപടി. പിന്നെന്താ? പറയൂ, നമുക്ക് പരിഹരിക്കാം. ഞാൻ ഒരുപാട് സ്നേഹിച്ച യുവാവെന്നെ ചതിച്ചതാ. ഓ, ഇതാണോ കാര്യം? വാ, നമുക്കൊന്ന് പറമ്പിലൂടെ നടന്നു നോക്കാം. ഗുരുവിൻ്റെ വാക്കുകേട്ട് യുവാവ് പകച്ചു നിന്നപ്പോൾ ഗുരു വീണ്ടും പറഞ്ഞു. എന്താ ഒരാശങ്ക പോലെ? പിന്നെ കയ്യും പിടിച്ച് മെല്ലെ പുല്ല് നിറഞ്ഞ പറമ്പിലൂടെ നടക്കാൻ തുടങ്ങി. അത് കണ്ട് ഇത്തിരി ശങ്കയോടെ യുവാവ് ചോദിച്ചു. ഇത് കാട് പിടിച്ച സ്ഥലമല്ലേ? അപ്പുറത്തെ തെളിഞ്ഞ വഴിയിലൂടെ നടന്നാലോ? ഗുരു ചിരിച്ചു. എന്നിട്ടിങ്ങനെ പറഞ്ഞു. അപ്പോൾ കാര്യം പിടികിട്ടി അല്ലേ? മോൻ പറഞ്ഞ പോലെ ഒരുപാട് നടന്നാണ് ആ വഴി തെളിഞ്ഞു വന്നത്. കാരണം കാൽപാദങ്ങൾ നിരന്തരം പതിഞ്ഞതുകൊണ്ടാ. അതുപോലെ വിചാരിച്ചാൽ ഈ സ്ഥലവും നമുക്ക് അതുപോലെ ആക്കാം ഇല്ലേ? യുവാവിന് ചിരി വന്നു. അത് കണ്ട് ഗുരു വീണ്ടും പറഞ്ഞു. ഇതുപോലെ ഏതെങ്കിലും ഒരു രംഗത്ത് മോനും ഒന്ന് തുടർച്ചയായി പ്രവർത്തിച്ചു നോക്കൂ. അങ്ങനെയായാൽ ദുഃഖമെന്ന പുല്ല് മനസ്സിൽ മുളക്കിയില്ല. ദുഃഖം അതോടെ പമ്പ കിടക്കും, സന്തോഷം പരന്നും കിടക്കും. എന്താ? യുവാവിന് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. പിന്നെ സാവകാശം ഗുരുവിൻ്റെ കാൽത്തൊട്ട് വന്നിച്ച് കൈകൂപ്പി നമസ്കരിച്ച് മെല്ലെ പുറത്തേക്ക് യാത്രയായി. ഇബ്രാഹിം തിക്കോടി തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.